We are moving to the next method in our syllabus called slope deflection method. So this slope deflection method is suited for the analysis of continuous beams and rigid jointed frames. നമ്മൾ ലാസ്റ്റ് പഠിച്ച മെത്തേഡ് എന്ന് പറയുന്നത് 3 moment equation ആയിരുന്നു. That was mainly used for the analysis of continuous beams. And here also slope deflection method നമുക്ക് continuous beamsന് യൂസ് ചെയ്യാം. അതുപോലെ ഫ്രെയിംസിനും ഈ മെത്തേഡ് സ്യൂട്ട് ചെയ്യുന്നു. ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫ്രെയിംസിനും ഈ മെത്തേഡ് സ്യൂട്ട് ചെയ്യും. സോ ബിഫോർ മൂവിങ് ടു ദ ഡെറിവേഷൻ, ലെറ്റ്സ് സീ വാട്ട് ആർ ദ അസംപ്ഷൻസ് മെയ്ഡ് ഇൻ ദ അനാലിസിസ് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. So the first assumption is all joints are rigid. That is, the angle between any two members in a joint does not change even after deformation. ഇതാണ് നമ്മുടെ ആദ്യത്തെ assumption, that is all joints are rigid. അത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ജോയിൻറ്റ് കാണാം, എ എന്ന് പറയുന്ന ജോയിൻറ്റ് വിച്ച് കണക്ട്സ് ദീസ് ടു മെമ്പേഴ്സ് എ ബി ആൻഡ് എ സി. എ ബി എ സി എന്ന് പറയുന്ന മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന ജോയിൻ്റ് ആണ് എ, ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു മെമ്പേഴ്സ് എ ബി ആൻഡ് എ സി ഇസ് തീറ്റ, ആൻഡ് ഈവൻ ആഫ്റ്റർ ഡിഫോർമേഷൻ ദ ആംഗിൾ റിമെയിൻസ് ദ സെയിം. അതാണ് ഫസ്റ്റ് അസംപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡിഫോം ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ കാണാം, ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു മെമ്പേഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ഈവൺ ആഫ്റ്റർ ഡിഫോർമേഷൻ. അതാണ് റിജിഡ് ജോയിൻറ്റ്സ് ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോയിൻറ്റ് റിജിഡ് ആണ്. അടുത്ത രണ്ട് അസംപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻസ് ഡ്യൂ ടു ആക്സിയൽ ഡിഫോർമേഷൻസ് ആർ നെഗ്ലെക്റ്റഡ് ആൻഡ് ഷിയർ ഡിഫോർമേഷൻസ് ആർ നെഗ്ലെക്റ്റഡ്. മെമ്പേഴ്സിനുണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അതുപോലെ ഷിയർ ഡിഫോർമേഷനും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന, അതായത് നമ്മുടെ ബീമിലൊക്കെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന, ഫ്ലക്ചർ കൊണ്ടുണ്ടാവുന്ന ഡിഫോർമേഷൻ മാത്രമാണ്. ദാറ്റ് ഈസ് ഡിസ്റ്റോർഷൻ ഓഫ് റിജിഡ് ജോയിൻറ്റഡ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സസ് ആൻഡ് ഷിയേഴ്സ് ആർ റിയലി സ്മോൾ കമ്പയർഡ് ടു ഡിസ്റ്റോർഷൻ ഡ്യൂ ടു ഫ്ലക്ചർ. നമ്മുടെ ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എല്ലാ ജോയിൻസും റിജിഡ് ആണ്, അതായത് ആംഗിൾ വേരി ചെയ്യുന്നില്ല ഡിഫോർമേഷന് ശേഷവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫോർമേഷൻസിൻ്റെ കേസിൽ ആക്സിയൽ ആൻഡ് ഷിയർ കൊണ്ടുണ്ടാവുന്ന ഡിഫോർമേഷൻസ് ഫ്ലക്ചർ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന ഡിഫോർമേഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡും തേർഡും അസംപ്ഷനിൽ നമ്മൾ പറയുന്നത് distortions due to axial deformations and shear deformations are neglected. Now let's see the derivation of slope deflection equation. So this is our member AB. Member എന്ന് പറയാൻ കാരണം ഇതൊരു ബീം ആയിട്ട് നമ്മൾ തുടങ്ങുന്നില്ല, കാരണം it can be a beam or a part of a beam, just a member of a beam. കണ്ടിന്യൂസ് ബീമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. സോ എനി മെമ്പർ എ ബി വിത്ത് സം ലോഡ്സ് ആക്ടിങ് ഓൺ ദ മെമ്പർ. ലെറ്റ് എ ബി ബി എ മെമ്പർ ഓഫ് എ റിജിഡ് സ്ട്രക്ചർ. റിജിഡ് സ്ട്രക്ചറിൻ്റെ പാർട്ടാണ് എന്നാണ് നമ്മുടെ എല്ലാ അസംപ്ഷനും പറയുന്നത്. സോ ആഫ്റ്റർ ലോഡിംഗ് ദ മെമ്പർ എ ബി അണ്ടർഗോസ് ഡിഫോർമേഷൻസ് ആസ് ഇൻ ദിസ് ഫിഗർ. ഈ എക്സ്റ്റേണൽ ലോഡ് കൊണ്ട് നമ്മുടെ മെമ്പർ എ ബിയിൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഡിഫോർമേഷൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ദീസ് ആംഗിൾസ് തീറ്റ എ ആൻഡ് തീറ്റ ബി. അതേപോലെ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. സപ്പോർട്ട് ബി ഡെൽറ്റ എമൗണ്ട് ഓഫ് സെറ്റിൽമെൻറ്റിന് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഉണ്ടായിട്ടുള്ള ഡിഫോർമേഷൻസ് എന്തൊക്കെയാണ്? ഡ്യൂ ടു ദ ഗിവൺ ലോഡ്സ് ദ ഡിഫോർമേഷൻസ് ആർ തീറ്റ എ, തീറ്റ ബി, സ്ലോപ്പ് അറ്റ് എ ആൻഡ് സ്ലോപ്പ് അറ്റ് ബി. പിന്നെ അതുപോലെ അതായത് മെയിൻ ഇസ് ബെൻഡിങ്ങും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് ഡെൽറ്റ അറ്റ് സപ്പോർട്ട് ബി, അറ്റ് ജോയിൻറ്റ് ബി, അതും സംഭവിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ ദ
deformations occurred on the member and the moments MAB MBA. അങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാൻ കാരണം നമ്മൾ എപ്പോഴും ഒരു ജോയിന്റ് പറയുന്ന സമയത്ത് MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും കൂടുതൽ മെമ്പേഴ്സ് അതിനുണ്ടെങ്കിൽ ഡ്യൂ ടു വിച്ച് മെമ്പർ എന്നുള്ള കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് MAB എന്നും MBA എന്നും മൊമെന്റ്സിന് നൊട്ടേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഒരേ ജോയിന്റിനെ കണക്ട് ചെയ്ത് കൂടുതൽ മെമ്പേഴ്സ് വരുന്ന കേസിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. MAB MBA are the moments at these ends, these joints A and B. ഇനി നമ്മുടെ എയിം, അതായത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീഫോർമേഷൻസ് തീറ്റ എ തീറ്റ ബി ഡെൽറ്റ അതിനെയും ഈ മൊമെന്റ്സ് MAB MBA ഇതിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അതാണ് നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. സോ MAB and MBA are the final moments at A and B respectively. ഇനി ഇങ്ങനൊരു ഡീഫോർമേഷൻ നമ്മുടെ ഇങ്ങനൊരു മൊമെന്റ് ഡീഫോർമേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ മെമ്പറിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. To develop these final moments and deformations, the member should undergo the following stages എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ മെമ്പർ ആയി മാറണമെങ്കിൽ ഇങ്ങനെയുള്ള ഡിഫോർമേഷൻസ് തീറ്റ എ തീറ്റ ബി ഡെൽറ്റ ഇങ്ങനെയുള്ള ഡിഫോർമേഷൻസ് ഇങ്ങനെ സംഭവിക്കാനും ഈ ഫൈനൽ മൊമെന്റ്സ് ആയിട്ടുള്ള MAB ആൻഡ് MBA ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യാനും ഈ മെമ്പർ AB പാസ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ ടൈപ്പ് ഡിഫോർമേഷൻസിലൂടെ നമ്മുടെ മെമ്പർ AB കടന്നു പോയിട്ടുണ്ട്. ആദ്യമായിട്ട് സെറ്റിൽമെൻറ്റ് ഡെൽറ്റേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൽമെൻറ്റ് ഡെൽറ്റ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എനി റൊട്ടേഷൻ അറ്റ് ദ എൻഡ്സ്. ദിസ് ഇസ് സിമിലർ ടു ദ സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്സ് ഇൻ ഫിക്സഡ് ബീംസ്. ഈ സെറ്റിൽമെൻറ്റ് ഡെൽറ്റ ഹാപ്പൻസ് when the support B sinks without any rotation. അതായത് റൊട്ടേഷൻ ഒന്നും ഇല്ലാണ്ട് സപ്പോർട്ട് താഴോട്ട് പോകുമ്പോഴാണ് ഡെൽറ്റ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് മെമ്പേഴ്സിൽ റൊട്ടേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ റൊട്ടേഷൻ ഇല്ലാണ്ട് എപ്പോഴാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടാവുക? ഇതൊരു ഫിക്സഡ് ബീം ആണെങ്കിൽ. ഫിക്സഡ് ബീമിന് നമുക്കറിയാം സ്ലോപ്പ് ഉണ്ടാവില്ല, റൊട്ടേഷൻ ഉണ്ടാവില്ല, തീറ്റ വിൽ ബി 0. സോ ഒരു ഫിക്സഡ് എൻഡ് ബീമിൽ ഒരു സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്ന പോലെയാണ് ഡെൽറ്റ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് കോസസ് എ മൊമെൻറ്റ് 6EI ഡെൽറ്റ ബൈ L² അറ്റ് ദ ഫിക്സഡ് എൻഡ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം AB എന്ന് പറയുന്ന മെമ്പർ ഒരു ഫിക്സഡ് എൻഡഡ് ബീം ആയിരുന്നെങ്കിൽ അതിൻ്റെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഈ ഡെൽറ്റ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മൊമെന്റ്സ് ആണ് 6EI ഡെൽറ്റ ബൈ L² ഓൺ both the ends. So these moments 6EI delta by L² are the moments due to settlement delta. So ആ ഒരു സ്റ്റേജ് ഓർത്ത് വെക്കുക. ഡെൽറ്റ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് ഉണ്ടാവാൻ കാരണം റൊട്ടേഷൻ ഇല്ലാണ്ട് സപ്പോർട്ട് സിങ്ക് ചെയ്തതാണ്. ഇറ്റ് ഇസ് സിമിലർ ടു ഫിക്സഡ് എൻഡ് ബീമിലുള്ള ഒരു സപ്പോർട്ട് സിങ്കിങ്ങിന് സിമിലർ ആണ്. സോ ദ മൊമെൻറ്റ് ദാറ്റ് കോസസ് ഡെൽറ്റ അല്ലെങ്കിൽ മൊമെൻറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ സെറ്റിൽമെൻറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് 6EI ഡെൽറ്റ ബൈ L² ആണ്. അതായത് ഇതൊരു ഇൻറ്റേർണൽ മൊമെൻ്റ് ആണ്, ലോഡ് കൊണ്ടുള്ള മൊമെൻ്റ് അല്ല, ഈ ഡെൽറ്റ കൊണ്ടുള്ള മൊമെൻ്റ് ആണ് 6EI ഡെൽറ്റ ബൈ L². ആ ഒരു സ്റ്റേജ് ഓർത്ത് വെക്കുക. അടുത്ത സ്റ്റേജ് ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? നമ്മുടെ ലോഡാണ്, എക്സ്റ്റേണലി അപ്ലൈഡ് ആയിട്ടുള്ള ലോഡ്സ് ആണ്. അപ്പം ആ ലോഡ്സ് കൊണ്ടുള്ള മൊമെൻറ്റ്സ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് MFAB ആൻഡ് MFBA ആണ്. Due to the given loadings, the fixed end moments are MFAB and MFBA. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ
the member should act like a fixed ended beam. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് എം എഫ് എ ബി എം എഫ് ബി എ ആണ്. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്, അതാണ് എം എഫ് എന്നുള്ള നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ അവിടെ ഡെൽറ്റ എന്ന് പറയുന്ന സപ്പോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടായത് കാരണം ഉള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ മൊമെന്റ്സ്, അതായത് ഈ എം എഫ് എ ബിനെയും എം എഫ് ബി എനെയും ഒപ്പോസ് ചെയ്യുന്ന മൊമെന്റ്സ്, ഡെൽറ്റ കാരണമുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. രണ്ട് എൻഡിലും 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്ന് പറയുന്ന മൊമെന്റ് ആണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന, ഈ ഫിക്സഡ് എൻഡ് മൊമെന്റ്സിനെ ഒപ്പോസ് ചെയ്യുന്ന മൊമെന്റ്സ്. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൊമെന്റ്സ് കണ്ടു. ഒന്ന് ഡെൽറ്റ കൊണ്ടുള്ള 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്ന് പറയുന്ന മൊമെന്റ്, അത് എന്തിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയ മൊമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എഫ് എ ബി എം എഫ് ബി എ എന്ന് പറയുന്ന രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ആണ്. സോ ദാറ്റ് ആർ ദ ടു സ്റ്റേജസ്. ഇപ്പോൾ രണ്ട് മൊമെന്റ്സ് കണ്ടു, എം എഫ് എ ബി എം എഫ് ബി എ, അതുപോലെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രണ്ട് മൊമെന്റ്സ് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ രണ്ട് സൈഡിലും. ഇനി അടുത്ത മൊമെന്റ്, നമ്മളിപ്പം ഡീഫോർമേഷൻസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള സ്റ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഡെൽറ്റേൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൊട്ടേഷൻസ് തീറ്റ എ ആൻഡ് തീറ്റ ബി. റൊട്ടേഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ബീം അല്ലെങ്കിൽ ഈ മെമ്പർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ തീറ്റ എ തീറ്റ ബി എന്ന് പറയുന്ന റൊട്ടേഷൻസ് ഉണ്ടാവുന്നത്. സോ അതിലേക്കാണ്, ആ ഒരു സ്റ്റേജ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു അസ്യൂം ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എം ഡാഷ് എ ബി എന്ന് പറയുന്ന മൊമെന്റ് നമ്മുടെ ജോയിന്റ് എയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ജോയിന്റ് എയിൽ തീറ്റ എ വൺ എന്ന് പറയുന്ന റൊട്ടേഷനും ജോയിന്റ് ബിയിൽ തീറ്റ ബി വൺ എന്ന് പറയുന്ന റൊട്ടേഷനും ഉണ്ടാവുന്നു. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദിസ്. അതായത് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി ആക്ട് ചെയ്യുന്ന സമയത്ത്, എ ബി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി ആക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സംഭവിച്ചത് എം ഡാഷ് എ ബി എന്ന് പറയുന്ന മൊമെന്റ് എയിൽ ആക്ട് ചെയ്യുമ്പോൾ തീറ്റ എ വൺ തീറ്റ ബി വൺ എന്ന് പറയുന്ന സ്ലോപ്സ് ഡെവലപ്പ് ചെയ്യുന്നു, റൊട്ടേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു അറ്റ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. ആൻഡ് അടുത്ത സ്റ്റേജ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് ആക്ട് ചെയ്യുന്ന അടുത്ത സ്റ്റേജിൽ ഒരു മൊമെന്റ് എം ഡാഷ് ബി എ എന്ന് പറയുന്ന മൊമെന്റ് ബിയിൽ ആക്ട് ചെയ്യുമ്പം തീറ്റ എ ടു തീറ്റ ബി ടു എന്ന് പറയുന്ന സ്ലോപ്സ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് ഉണ്ടാവുന്നു അറ്റ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. Once again, the rotations theta a1 and theta b1 respectively developed at a and b in simply supported beam AB due to the moment m dash AB. m dash AB എന്ന് പറയുന്ന മൊമെന്റ് കാരണം ഉണ്ടാവുന്ന രണ്ട് സ്ലോപ്സ് ആണ് തീറ്റ എ വൺ ആൻഡ് തീറ്റ ബി വൺ. എം ഡാഷ് എ ബി എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സപ്പോർട്ട് എയിൽ, ജോയിന്റ് എയിലാണ് എം ഡാഷ് എ ബി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന സ്ലോപ്സ് ആണ് തീറ്റ എ വൺ ആൻഡ് തീറ്റ ബി വൺ, എയിലും ബിയിലും. ഇനി അതുപോലെ എം ഡാഷ് ബി വൺ ബി എ എന്ന് പറയുന്ന മൊമെന്റ് ജോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ലോപ്സ് ആണ് തീറ്റ എ വൺ ആൻഡ് തീറ്റ ബി ടു. ഇനി ഫൈനലി ഇതിൻ്റെയൊക്കെ ടോട്ടൽ എഫക്റ്റ് എന്താണ്? അതിനു മുമ്പേ തീറ്റ എ വണ്ണിൻ്റെ വാല്യൂ എന്താണ്, തീറ്റ ബി വണ്ണിൻ്റെ വാല്യൂ എന്താണെന്ന് പറയാം. എം ഡാഷ് ഫ്രം ദ അനാലിസിസ് ഇറ്റ് മേ ബി സീൻ ദാറ്റ് ഇത് ഒക്കെ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സിമ്പിൾ ഡെറിവേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇറ്റ് മേ ബി സീൻ ദാറ്റ് ദ റൊട്ടേഷൻ അറ്റ് ദ ലോഡഡ് എൻഡ് ഇസ് എം എൽ ബൈ ഇ ഐ. അതായത് എം ഡാഷ് എ ബി ആക്ട് ചെയ്യുന്നത് എയിലാണ്. അപ്പോൾ ലോഡഡ് എൻഡ് എന്ന് പറയുന്ന എയും അൺലോഡഡ് എൻഡ് എന്ന് പറയുന്ന ബിയും ആണ്. സോ ലോഡഡ് എൻഡിലുള്ള മൊമെന്റ് എം ഡാഷ് എ ബി ബൈ എൽ എം ഡാഷ് എ ബി എൽ ബൈ 3i ആൻഡ് അൺലോഡഡ് എൻഡിലുള്ളത് എം ഡാഷ് എ ബി എൽ ബൈ 6ei. From the analysis it may be seen that the rotation at the loaded end is ml by 3ei and at unloaded end the rotation is ml by 6ei. So m dash ab എന്ന് പറയുന്ന മൊമെന്റ് ആക്ട് ചെയ്യുന്നത് എയിലാണ്. അപ്പോൾ ലോഡഡ് എൻഡ് എ ആണ്, അൺലോഡഡ് എൻഡ് ബി ആണ്. സോ തീറ്റ എ വൺ is equal to m dash ab l by 3i and theta b1 is equal to m dash ab l by 6ei.
ലോഡഡ് എൻഡിൽ ml/3ei, അൺലോഡഡ് എൻഡിൽ ml/6ei. ഇവിടെ m എന്ന് പറയുന്നത് m'(ab) ആണ്. ഇനി അതുപോലെ തീറ്റ A2 തീറ്റ B2ൻ്റെ കേസിൽ m'(ba) ബിയിൽ ആക്ട് ചെയ്യുമ്പോഴാണ് തീറ്റ A1ഉം തീറ്റ B2 ഉണ്ടാവുന്നത്, തീറ്റ A2 തീറ്റ B2 ഉണ്ടാവുന്നത്. തീറ്റ B2 എന്ന് പറയുന്നത് ലോഡഡ് എൻഡിലുള്ള റൊട്ടേഷൻ ആണ്. സോ ഇറ്റ് ഇസ് ml/3ei, m'(ba) l/3ei ആണ്. തീറ്റ A2 എന്ന് പറയുന്നത് അൺലോഡഡ് എൻഡ് ആണ്. സോ ml/6ei ആണ്. m എന്ന് പറയുന്നത് m'(ba) ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ തീറ്റ A1, തീറ്റ A2, തീറ്റ A2, തീറ്റ B2 ഇതിൻ്റെയൊക്കെ വാല്യൂസ്. ഇനി ഫൈനൽ റൊട്ടേഷൻ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്, തീറ്റ A, തീറ്റ B. സോ തീറ്റ A is equal to തീറ്റ A1 by തീറ്റ A2. So we can substitute the values of theta A1 and theta A2. So theta A is equal to m'(ab) l/3i minus m'(ba) l/6ei. So final rotation at B, theta B is equal to theta B2 by theta B1. ഫൈനൽ റൊട്ടേഷൻ എന്ന് പറയുമ്പം വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂ ആണ് മൈനസ് ആവുക, ലോഡഡ് എൻഡിലുള്ളതാണ് കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത്. സോ തീറ്റ B2 മൈനസ് തീറ്റ B1 ഇസ് ഈക്വൽ ടു m'(ba l divided by 3ei minus m'(ab l by 6ei. So now we have the values of final rotations theta A and theta B. So ഇത് നമുക്ക് equations 1 and 2 ആയിട്ട് എടുക്കാം. And from equations 1 and 2, 2 theta A plus theta B എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ ഓപ്പറേഷൻ ആണ്. m'(ab m'(ba) കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇക്വേഷൻ 1 and 2 ന്ന് ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് ഇക്വേഷൻ 2 ആഡ് ചെയ്യാം. 2 theta A plus theta B is equal to m'(ab l by 2ei എന്ന് കിട്ടും. ദാറ്റ് ഇസ് 2 times theta A minus plus theta B. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ m'(ab l by 2ei എന്ന് കിട്ടും. And that implies m'(ab is equal to 2ei by l into 2 theta A plus theta B. So similarly m'(ba) നമുക്ക് കിട്ടും തീറ്റ A plus 2 theta B ചെയ്താൽ മതി. തീറ്റ എന്റെ ഇക്വേഷൻ 1 ആണ്, തീറ്റ ബിന്റെ ഇക്വേഷൻ 2 ആണ്. സോ 2 times ഇക്വേഷൻ 2 plus ഇക്വേഷൻ 1 ഇത് ചെയ്തു കഴിഞ്ഞാൽ we get the value of m'(ba) is equal to 2ei by l into theta A plus 2 theta B എന്ന് കിട്ടും. So now we got the values of m'(ab and m'(ba. ഇത് രണ്ട് മൊമെന്റ്സ് ആണ് m'(ab and m'(ba. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ 3 മൊമെന്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഫിക്സഡ് എൻഡ് മൊമെന്റ് mfab mfba, പിന്നെ അതുപോലെ ഡെൽറ്റ കൊണ്ടുള്ള നെഗറ്റീവ് മൊമെന്റ്സ് 6ei ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞ മൊമെന്റ് ആണ് സിംപ്ലി സപ്പോർട്ടഡ് മെമ്പറായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവുന്ന മൊമെന്റ്സ് m'(ab and m'(ba. ഇനി ഫൈനൽ മൊമെന്റ് നമ്മളിപ്പോൾ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് പല സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഈ മെമ്പർ എ ബി ഇങ്ങനെയൊക്കെ ഡിഫോം ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഫൈനൽ മൊമെന്റ് ഈസ് എ സം ഓഫ് ഓൾ ദ മൊമെന്റ്സ്. mab is equal to mfab plus m'(ab. mfab എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ് ആയിരുന്നു. m'(ab എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരുന്നെങ്കിൽ അതിൻ്റെ മൊമെന്റ് ആണ്. minus 6ei delta by l square which is due to the moment developed due to the settlement delta. So this is our final moment. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ m'(ab)ന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So mfab final moment mab is equal to mfab plus
2 ei by L into 2 theta a plus theta b, that is nothing but m dash ab minus 6 ei delta by L square. So അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എം എ ബി ഇസ് ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് 2 ഇ ഐ ബൈ എൽ ഇൻറ്റു 2 തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ, ആൻഡ് ദാറ്റ് ഇസ് അവർ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോർ എം എ ബി. ആൻഡ് സിമിലർലി നമ്മുടെ എം എ ബി എം ബി എ എന്ന് പറയുന്ന ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു എം എഫ് ബി എ fixed end moment plus m dash ba due to the simply supported beam AB minus 6 ei delta by L square, which is the moment developed due to settlement delta. So when we substitute the value of m dash ba in this equation, which is 2 ei by L into theta a plus 2 theta b, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി വി ആർ ഗെറ്റിംഗ് എം ബി എ ഇസ് ഈക്വൽ ടു എം എഫ് ബി എ പ്ലസ് 2 ഇ ഐ ബൈ എൽ ഇൻറ്റു തീറ്റ എ പ്ലസ് 2 തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. സോ ദീസ് ആർ അവർ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. ഈ ബോക്സിൽ കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ ഫൈനൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സിമ്പിളാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ മനസ്സിലാവും. സോ ദീസ് ആർ ദ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ഫോർ മെമ്പർ എ ബി.